ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ XUV 700 AX5 വേരിയൻറ്റ് പെട്രോൾ നമുക്ക് 7 സീറ്റർ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ AX5 വേരിയൻറ്റിൽ മിഡ് റേഞ്ചിൽ വരുന്നൊരു വെഹിക്കിളാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താം. അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഈ വാഹനത്തിന് ഏകദേശം 1.5 ലക്ഷം രൂപ വരെ ക്യാഷ് ഡിസ്കൗണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇത് വാഹനം നമ്മൾ 2023 ഡിസംബർ മാനുഫാക്ചർ വെഹിക്കിളാണ്. അപ്പോൾ ഇത് നമ്മൾ 24 വെഹിക്കിളല്ല, 23 ഡിസംബർ വെഹിക്കിളാണ്. അതും കൂടെ നമ്മൾ പറഞ്ഞിട്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഈ വാഹനം ഒരു സ്റ്റോക്ക് ആയിട്ടുള്ള വെഹിക്കിളാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് മാത്രമേ നമ്മൾ ഈ 1.5 ലക്ഷം രൂപ ക്യാഷ് കൊടുക്കുന്നുള്ളൂ. വെഹിക്കിൾ ഒന്ന് മുഴുവനായിട്ട് കാണിച്ചു തരാം. വണ്ടി ക്ലീൻ പീസാണ്, കണ്ടീഷൻ വെഹിക്കിളാണ്. നമുക്ക് വീഡിയോ കാണുമ്പോൾ ഇത് സെക്കൻഡ്സ് വെഹിക്കിളാണെന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് 1.5 ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. RC ഓണർ ഫസ്റ്റ് സിംഗിൾ ഓണറായിട്ട് തന്നെ നമ്മൾ ചെയ്തു തരും. 1.5 ലക്ഷം ഓഫർ കൊടുക്കാൻ കാരണം നമ്മൾ 23 ഇയർ ബാക്ക് വണ്ടി ആയതുകൊണ്ട് മാത്രമാണ്. ജസ്റ്റ് ഫീച്ചേഴ്സ് പറഞ്ഞു തരാം. ഈ വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് LED ആയിരിക്കും വരിക. ഫുൾ LED ഹെഡ്ലൈറ്റാണ് വരിക. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന DR നമുക്ക് LED ആണ്. അതുപോലെ നമ്മളെ ഫോഗ് ലാമ്പും LED ആണ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് പവർ ബൂസ്റ്റ് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. നമ്മളൊരു 80 കിലോമീറ്ററിൻ്റെ മുകളിൽ സ്പീഡിൽ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ലൈറ്റ് നമുക്ക് വർക്കാവുന്നതാണ്. അതേപോലെ മഹീന്ദ്രയുടെ ലോഗോ വരുന്നുണ്ട് ഈ ഭാഗത്ത്. നമുക്ക് എൻജിൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 2000 cc പെട്രോൾ എൻജിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 200 PS ആണ് ഈ വാഹനത്തിൻ്റെ പവർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 17 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മിററിലായിട്ട് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് മൊത്തത്തിൽ വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല ലുക്കാണ് കാണാനായിട്ട്. നിങ്ങൾക്കറിയാം XUV 700 നമുക്ക് കൂടുതലായിട്ട് വെയിറ്റിംഗ് ഉള്ളൊരു വെഹിക്കിളായിരുന്നു. ഇപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കിട്ടുന്നൊരു സ്റ്റോക്കാണിത്. അതുപോലെ തന്നെ നമ്മുടെ 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ABS വിത്ത് EBD എല്ലാം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പുറകിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു റിഫ്ലക്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വർക്കിംഗ്, നമുക്ക് ലൈറ്റ് ഇല്ല അതിനകത്ത്, ജസ്റ്റ് റിഫ്ലക്ടർ മാത്രമാണ്. പിന്നെ AX5 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ XUV 700 എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിയർ സെൻസർ വരുന്നുണ്ട്, 2 സെൻസർ വരുന്നുണ്ട്. മഹീന്ദ്ര ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് LED ആണ് വരുന്നത്. LED ടൈൽ ലാമ്പാണ്. ഇവിടെ ആയിട്ട് റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഡിഫോഗർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകൾ വശത്തായിട്ട് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. സ്പോയിലറിൽ നമുക്കൊരു സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് LED ആണ് വരുന്നത്. പിന്നെ നമുക്കിതിലൊരു Adreno X എന്ന് പറഞ്ഞൊരു കണക്റ്റിംഗ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അലക്സ വരുന്നുണ്ട്, ആമസോൺ അലക്സ വരുന്നുണ്ട്. Adreno X എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്യുന്ന ഒരു ഫീച്ചേഴ്സാണ്. നമുക്ക് ഇരുന്നിട്ട് നമ്മളെ വണ്ടി നമ്മുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തു. ആ ഫ്രണ്ട് ചിലപ്പോൾ നമ്മൾ പാലക്കാട് പോകുന്നു അല്ലെങ്കിൽ കോഴിക്കോട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയാലും നമ്മൾ ആ വണ്ടി Adreno X വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ട്രാക്ക് ചെയ്യാൻ പറ്റും. എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു, ആ വണ്ടി ഏത് ഭാഗത്ത് കൂടെയാണ് പോകുന്നതെന്നെല്ലാം നമുക്ക് മൊബൈലിലൂടെ അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒരു ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അലക്സ ഉണ്ട്. അലക്സ വഴി നമുക്ക് ഓപ്പൺ ദ സൺറൂഫ് എന്ന് അലക്സ വഴി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഫീച്ചേഴ്സാണ് 4 ഡോർ പവർ വിൻഡോ, AC, ഇലക്ട്രിക് പവർ സ്റ്റിയറിങ്, അതുപോലെ അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളെല്ലാം എല്ലാ വണ്ടിയിലും വരുന്നതാണ്. പിന്നെ നമുക്ക് ഡോറ് ജസ്റ്റ് ഇവിടെ സ്മാർട്ട് ഹാൻഡിൽ ഡോർ എന്നാണ് ഇതിന് പറയുക. ജസ്റ്റ് ഒരു 3 ഡോട്ടിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഇത് വരും, അൺലോക്ക് ആവും. ഓക്കെ, പിന്നെ ഡോറിലായിട്ട് നമുക്ക് പവർ വിൻഡോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിമോട്ട് സെൻറ്റർ ലോക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീറ്റർ കൺസോളിൽ വരുന്ന ആ സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിങ്ങിലായിട്ട് നമുക്ക് വോളിയം കൺട്രോള്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനുള്ളൊരു ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത് 10.2 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. ഇവിടെ ഫുൾ HD ആണ് വരുന്നത്. അതുപോലെ ഈ ഭാഗത്ത് ഫുള്ള് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത് 10.2 ഇഞ്ചിൻ്റെയാണ് വരുന്നത് ഈ ഭാഗത്തും. ഓക്കെ, ഫ്രണ്ടിലായിട്ട് AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്.
നമുക്ക് 6 സ്പീഡാണ് വരുന്നത്, മാനുവൽ ഗിയർ ബോക്സ് ആണ്. ഓക്കെ, ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാനറോമിക് സൺറൂഫിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പാനറോമിക് സൺറൂഫാണ് ഈ വാഹനത്തിൽ വരുന്നത്. നമുക്ക് റിയർ സീറ്റ് നോക്കുന്ന സമയത്ത് അതിമനോഹരമായ അതിവിശാലമായ സീറ്റിംഗ് നമുക്കിതിൽ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എൻ്റെ സീറ്റിംഗ് പൊസിഷനാണിത്. നമുക്ക് കണ്ടോ ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. നമ്മൾ മുമ്പിലിരിക്കുന്ന സീറ്റിലേക്ക് കാല് തട്ടില്ല, നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ റിയർ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റൂഫ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, 2 സൈഡ് റൂഫ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് റൂഫ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് റിയർ ഡോറിലായിട്ട് നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ ചെയ്യാം, അത് ചെറിയ 1/2 ലിറ്ററാണ്. നമുക്ക് 1 ലിറ്റർ വരെ ഈ ഭാഗത്തായിട്ട് ചെയ്യാൻ പറ്റും ഡോറിൽ. അത് 4 ഡോറിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനം നിങ്ങൾക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടുള്ള വെഹിക്കിളാണ് ഉണ്ടെങ്കിൽ, വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മൾ ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു യൂട്യൂബറൊന്നും അല്ല. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് പൊങ്കാല ഇടരുത്. ഓക്കെ, അപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം ജെന്യൂൻ വീഡിയോസാണ്.